ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്നേ ചെറുപയർ വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി നോക്കാം കേട്ടോ. ചെറുപയർ തലേദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ വെള്ളത്തിലിട്ട് വെച്ച് വൈകിട്ട് ആയപ്പോൾ വെള്ളത്തിൽ നിന്ന് എടുത്ത് വെച്ചായിരുന്നു, വെള്ളം തോർത്തി വെച്ചായിരുന്നു. അപ്പോൾ രാവിലെ ആയപ്പോഴേക്കും അത് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ഉപ്പിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇനി പറയുന്ന പ്രൊസീജിയർ ചെയ്താൽ മതി കേട്ടോ. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുന്ന സമയത്ത് എണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ അതിനകത്തോട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞതിടുകയാണ് ചെയ്യുന്നത്. അതിൽ വെളുത്തുള്ളി ഉണ്ട്, പക്ഷെ ചെറിയുള്ളി അല്ല, സവോള ഇട്ടിട്ടില്ല കേട്ടോ. നമുക്ക് ചെറിയുള്ളി ഇന്ന് വീട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് ശരിക്കും ഫസ്റ്റ് സ്റ്റെപ്പാണ് ചെയ്യേണ്ടിയിരുന്നത് കേട്ടോ. ഏട്ടനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിന്ന് നല്ല സുഖം ഉണ്ടായിരുന്നില്ല രാവിലെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുമോ ചോദിച്ചപ്പോൾ ഇത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെയ്യണമെന്ന്. പിന്നെ ഏട്ടനാണ് അത് വീഡിയോ എടുത്തതും ആൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ ഹെൽപ്പൊക്കെ കിട്ടും. കൊച്ചുള്ളതുകൊണ്ടേ അവൾ ചില ദിവസമൊക്കെ വാശി പിടിക്കുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഇത് നല്ലപോലെ വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴണ്ട് വരുമ്പോൾ നമ്മളിതിലേക്ക് ആവശ്യമുള്ള തേങ്ങ കുറച്ച് ചെരുവിതിടണം കേട്ടോ. തേങ്ങ ചെരുവിത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഉപ്പിൻ്റെ എന്തെങ്കിലും ഒരു കുറവോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മളിത് ചെറുപയർ വേവിച്ചപ്പോൾ ഇത്തിരി വേവ് കൂടുതലായി പോയിട്ടുണ്ട്. ഒരു വിസിലടിച്ചിട്ട് അതങ്ങനെ കുക്കറിൽ വെച്ചിരുന്നു. അപ്പോൾ പിന്നെ അത് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോയി. അപ്പോൾ ഇത്തിരി കുഴകുഴാന്നിരിക്കുന്നുണ്ട്, പക്ഷേ ടേസ്റ്റിയാണ് കേട്ടോ. ഇത് ശരിക്കും ഒന്ന് ആവി കൊള്ളിച്ചാലും എടുത്താലും ടേസ്റ്റാണ്. അങ്ങനെ അത് വഴണ്ട് വന്നതിലേക്ക് നമ്മൾ ചെറുപയർ കുടഞ്ഞിട്ടു. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ റെസിപ്പി. ഇതിനകത്ത് ഈ എണ്ണയിൽ കടുക് വറുത്ത് ഇതൊക്കെ ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കുമ്പോൾ അതിലൊരു ചട്പട്ട ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതില്ലാതെ ചുമ്മാ ഉപ്പിട്ട് ആവിയിൽ വേവിച്ചെടുത്താലും നല്ലത് തന്നെയാണ്. അതാണ് ഏറ്റവും ഹെൽത്തിയർ വേർഷൻ കേട്ടോ. പിന്നെ നമ്മൾക്ക് എന്താ പറയുക, ഞങ്ങൾ ഫാമിലി 3 പേരും ഇത് തന്നെയാണ് കഴിച്ചത്. അപ്പോൾ എല്ലാവർക്കും കൂടെ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ചിലപ്പോൾ അത് എന്താ പറയുക, എരിവോ ഒന്നും ഇല്ലാതാവുമ്പോൾ അല്ലെങ്കിൽ തേങ്ങ ഒന്നും ഇല്ലാതാവുമ്പോൾ ഇഷ്ടമില്ല എന്നൊരു അവസ്ഥ വന്നെങ്കിലും ഓർത്തിട്ടാണ് എല്ലാവരും കഴിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇത് നല്ല ഫില്ലിംഗ് ആയിരുന്നു. ഉച്ചവരെ നമുക്ക് പിന്നെ വിശപ്പോ ദാഹമോ ഒന്നും ഉണ്ടായിരുന്നില്ല. റോ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു വെജിറ്റബിളിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. വെജിറ്റബിൾ കൂടുതൽ എടുക്കുക കേട്ടോ. എൻ്റെ പ്ലേറ്റിൽ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇത് കുറച്ചും കൂടെ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.